ചാലക്കുടി പുഴയുടെ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ്. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് കാടുകുറ്റി. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്താണ് കാടുകുറ്റി. 3 വശവും ചാലക്കുടി നദിയാൽ ചുറ്റപ്പെട്ടതാണ് കാടുകുറ്റി പഞ്ചായത്ത്. യൂറോപ്യൻ പുരോഹിതന്മാർ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാലയും ടിപ്പു സുൽത്താൻ സൈന്യം വെടിവെച്ചിട്ട സെന്റ് പോൾസ് പള്ളിയുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാടുകുറ്റിയിലുണ്ട്. കൊച്ചിയിലെ ഡച്ച് അധിനിവേശത്തിന് ശേഷം പോർച്ചുഗീസ് ഇന്ത്യക്കാർ ഇവിടെ താമസമാക്കി. സെന്റ് ജോൺ ബ്രിട്ടോയും സെന്റ് ഫ്രാൻസിസ് സേവ്യറും വിശുദ്ധ കുർബാന പറഞ്ഞിരുന്ന ജെസ്യൂട്ട് സെമിനാരിയുടെ പഴയ ലത്തീൻ പള്ളിയുടെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള ഒരു മണൽ തീരമാണ് ആറങ്ങാലി മണപ്പുറം. ചാലക്കുടി പുഴയുടെ ഏറ്റവും വലുതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ മണൽത്തറയാണ് ഇത്. മണപ്പുറത്ത് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടിലും പുറത്തുമുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഒരാഴ്ച നീണ്ടുനിന്ന ഒരു സാംസ്കാരിക ഉത്സവമായ ആറങ്ങാലി ഫെസ്റ്റിന്റെ വേദിയായിരുന്നു. LDF ആണ് നിലവിൽ പഞ്ചായത്ത് ഭരണം കൈയാളുന്നത്. പഞ്ചായത്തിന്റെ എക്കാലത്തെയും ആവശ്യമായ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കിയതായി പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് പറഞ്ഞു. ഒരു കളിസ്ഥലം വാങ്ങുക എന്ന് പറഞ്ഞൊരു പദ്ധതി 2000 മുതൽ നമ്മളിവിടെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് തുടങ്ങിയതാണ്. ഈ പഞ്ചായത്ത് ദീർഘകാലം ഇവിടെ ഭരണം കോൺഗ്രസ്സാണ് ആയിരുന്നത്. ഈ അടുത്ത കാലത്താണ് ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി ഈ ഒരു ഭരണസമിതിയാണ് LDFൻ്റെ ഒരു ഭരണം വന്നത്. അപ്പോൾ ഈ കളിസ്ഥലം വാങ്ങാമെന്നുള്ള പദ്ധതി 20 വർഷത്തോളമായിട്ട് ഈ തുടർന്നുള്ള എല്ലാ ഭരണസമിതികളും വെച്ചെങ്കിലും ഞങ്ങളുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇപ്പോൾ ഈ 16-ാം തീയതിയാണ് നമ്മൾ അതിൽ 50 സെൻറ്റ് സ്ഥലം ജനകീയ സമിതിയുടെ ഫണ്ട് വെച്ച് നമ്മൾ നടത്തി പഞ്ചായത്തിന് അസറ്റായിട്ട് നമ്മളൊരു കളിസ്ഥലം വാങ്ങിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി കിടക്കുന്ന ഒരു 50 സെൻറ്റ് സ്ഥലം കൂടി വാങ്ങുന്നതിനുള്ളൊരു തിരക്കിലാണ്. ഇപ്പോൾ നമുക്കത് ജില്ലയിൽ നിന്ന് നമ്മൾ റിവിഷനിൽ കൊടുത്തിട്ടുണ്ട്. അനുമതി കിട്ടിയ മുറയ്ക്ക് ഓൺ ഫണ്ട് വെച്ചും നമ്മൾ മറ്റ് ജില്ലാ ബ്ലോക്ക് ഷെയറും ലഭിക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ ഓൺ ഫണ്ട് വെച്ച് നമ്മൾ ബാക്കി സ്ഥലം കൂടി വാങ്ങുന്നു. അങ്ങനെ ഈ കാടുകുറ്റിക്കാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. പഞ്ചായത്തിന് സ്വന്തമായിട്ട് 1 സെൻറ്റ് ഭൂമി പോലും നമ്മുടെ പഞ്ചായത്തിനൊരു പരിപാടിക്ക് ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു സ്വപ്നമാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷാത്കരിച്ചത്. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഏറ്റവും വലിയൊരു നേട്ടം എന്ന് തന്നെ പറയാം. ഈ ഒരു നമ്മൾ ഇത്രയും സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി വാങ്ങി. തുടർന്ന് കുറച്ചും കൂടി സ്ഥലം നമ്മൾ വാങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാലം ഇവിടെ ഈ കോൺഗ്രസ് ഭരിച്ചെങ്കിലും നിങ്ങളിവിടെ വരുമ്പോൾ കണ്ടു കാണും ഈ ഞറലക്കടവ് പാലം 1-ാം വാർഡിൻ്റെയും 3-ാം വാർഡിൻ്റെയും പദ്ധതിയിൽ ആ പാലത്തിൽ ഒരു ലൈറ്റ് ഇടാനായിട്ട് മറ്റൊരാൾക്ക് സാധിച്ചിരുന്നില്ല. നമ്മളിപ്പോൾ ഈ വർഷം 4,60,50,000 രൂപ ചെലവഴിച്ച് 24-25 വർഷത്തിൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് രാത്രി പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും. ഇത്രയും മനോഹരമായ രീതിയിൽ ആ പാലത്തിൽ ഞങ്ങൾ ലൈറ്റ് ഇട്ടു. ഇനി അതിൻ്റെ ഒരു വശം കൂടി ലൈറ്റിന് നമ്മൾ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് അടുത്ത വർഷങ്ങളിൽ. ഈ വർഷം നമ്മൾ 25-26 ബാക്കി ഭാഗം കൂടി ലൈറ്റ് ഇടാനുള്ള സംവിധാനം നമ്മൾ ചെയ്യുകയാണ്. ആരോഗ്യ മേഖലയിൽ ക്രിയാത്മക ഇടപെടൽ നടത്തി. ആയുർവേദ ആശുപത്രി നവീകരിച്ചു. അവാർഡ് വരെ നേടാനായി. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. മത്സ്യ കർഷകർക്ക് വള്ളം, വല എന്നിവയും നൽകി. പദ്ധതി വിഹിതം പൂർണ്ണമായും ചിലവഴിച്ചു. റോഡുകൾ നവീകരിച്ചു. പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഭരണസമിതിയുടെ നേട്ടങ്ങളിൽ അഭിമാനത്തോടെ വാചാലയായി. പിന്നെ നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഇനി പറയുകയാണെങ്കിൽ മറ്റു മേഖലകളിലുണ്ട്. ഞാൻ എന്നാലും എടുത്തു പറയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി എടുത്ത് പറയുകയാണ്. ആരോഗ്യ മേഖലയിൽ എന്താണെങ്കിൽ നമ്മുടെ ഈ തൊട്ടപ്പുറത്ത് പഞ്ചായത്തിനോട് ചേർന്ന് കാണുന്ന ഈ ആയുർവേദ ആശുപത്രി ഒരു പ്രാകൃതമായ രീതിയിലായിരുന്നു. ഒരു ഡോക്ടറും ഒരു അറ്റൻഡറും ഒരു PTSഉം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആശുപത്രിനെ ഇന്ന് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കിടക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ ഇത്ര മനോഹരമായ ഒരു ആശുപത്രി, അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി. നമ്മൾ നാഷണൽ ആയുഷ് മിഷൻ്റെ അവാർഡ് നമുക്ക് ലഭിക്കുകയാണ്. അവിടെ ഇപ്പോൾ നിലവിൽ ഈ 2 ഡോക്ടറും അതിന് പുറമെ 2 ഡോക്ടർമാർക്ക് പുറമെ 6 സ്റ്റാഫും കൂടി ഉണ്ട്. എല്ലാം നല്ല വൃത്തിയും എടുപ്പുള്ളൊരു അന്തരീക്ഷം, നല്ല രീതിയിൽ ഫാർമസി, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഒരുക്കി. അത് കായകൽപ്പം അവാർഡിലേക്ക് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാഷണൽ ആയുഷ് മിഷൻ്റെ അവാർഡിന് പുറമെ കായകൽപ്പം അവാർഡിനും കൂടി പരിഗണിച്ചിട്ടുണ്ട് സ്റ്റേറ്റിൽ നിന്ന്. കഴിഞ്ഞ ആഴ്ച 1 മാസം മുമ്പ് വിസിറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ കായകൽപ്പം അവാർഡ്. പിന്നെ അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ അത് ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രിയിൽ നമുക്ക് ഒരു സ്ഥലത്തെ ചികിത്സ നമ്മൾ വൈദ്യല മാത്രമേ ആശുപത്രി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മാസത്തിൽ ഒരിക്കൽ അന്നനാട് ഭാഗത്ത് എല്ലാ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച അവിടെ ഡോക്ടർ ഇരിക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്.
പിന്നെ അലോപ്പതി നമ്മുടെ കാതിക്കുടം കുടുംബാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കതിന് 4 സബ് സെൻ്ററുകളുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഉത്തരവുണ്ട് ഏത് സബ് സെൻ്ററുകളിൽ OP നടത്താൻ പാടില്ല എന്നുള്ളത്. ആ ഉത്തരവിനെ മറികടന്ന് നമ്മൾ ഒരു NCD ക്ലിനിക്കും മറ്റേ അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് 4 സ്ഥലത്തും നമ്മൾ OP സംവിധാനം തുടർന്നും ഇപ്പോഴും നമ്മൾ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ കാടുകുറ്റി പഞ്ചായത്തിലെ ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ പുഴയ്ക്ക് അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് വരാൻ വാഹന സൗകര്യങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ ഈ 4 സ്ഥലത്ത് ചെറുവാളൂർ, വൈന്തല, അന്നനാട് ഇവിടെയൊക്കെ നമ്മൾ OP സംവിധാനം ഏർപ്പെടുത്തി മാസത്തിൽ 1-2 പ്രാവശ്യം OP വെച്ച് ജനങ്ങൾക്ക് നേരിട്ട് അവരിയ്ക്കുന്ന പ്രദേശത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം, കാതിക്കുടം കുടുംബാരോഗ്യ കേന്ദ്രം കായകൽപ്പം അവാർഡിന് ആ ആശുപത്രി പരിഗണിച്ചിട്ടുണ്ട്. ഇനി ജില്ലയിൽ നമ്മുടെ ആശുപത്രിയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമേഖലയെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിലായാലും അലോപ്പതിയിലായാലും ഹോമിയോയിലായാലും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം നമ്മുടെ പഞ്ചായത്ത് 2021 മുതൽ ഈ 25 മെയ് മാസം അവസാനം വരെയായിട്ടും ജില്ലയിൽ മാലിന്യമുക്ത പഞ്ചായത്ത് എന്നുള്ളതിൽ നമ്മുടെ പഞ്ചായത്ത് ജില്ലയിൽ എന്നും ഇതുവരെ ഈ തീയതി വരെ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ പറയാം. 3-ാം സ്ഥാനത്തിൽ താഴെ നമ്മൾ ഒരിക്കലും പോയിട്ടില്ല. അതായത് നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ 2020 നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ഹരിതകർമ്മസേന ഒറ്റ വാർഡുകളിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് ഹരിതകർമ്മസേനേനെ സെലക്ട് ചെയ്ത് അവരെ 16 വാർഡിൽ നിന്ന് കൃത്യമായിട്ട് കളക്ഷൻ എടുത്ത് അവരുടെ റിവ്യൂ മീറ്റിംഗ് കൃത്യമായിട്ട് നടത്തി നമ്മൾ അതിൻ്റെ മിനി MCF എല്ലാ വാർഡിലും സ്ഥാപിച്ചു. ഓരോന്ന് വീതം സ്ഥാപിച്ചു. പിന്നെ ഉൽപ്പാദന മേഖലയിൽ പറയുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞ കൃഷി എന്നും കൃഷിക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. നെൽകൃഷിക്ക് കൂലിച്ചെലവ്, കൂലി, അതുപോലെ തന്നെ മറ്റ് എല്ലാ ചെയ്യാവുന്ന പഞ്ചായത്ത് ഫണ്ട് വെച്ച് ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ കർഷകർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് മത്സ്യ കർഷകർക്ക് വള്ളവും വലയും വെച്ച് അവർക്ക് ഈ വർഷം നമ്മൾ ഫണ്ട് വെച്ച് നമ്മുടെ പഞ്ചായത്തിലെ 3 കർഷകർക്ക് മത്സ്യ കർഷകർക്ക് വള്ളവും കൊടുത്തു, വലയും കൊടുത്തു. ഈ അടുത്ത വർഷം നമ്മളൊരു 10 പേർക്ക് കൂടി കൊടുക്കാനുള്ള പ്രൊജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ റോഡുകളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ റോഡുകളെല്ലാം നമ്മുടെ അത്ര മോശപ്പെട്ട റോഡുകളൊന്നുമല്ല. ഇവിടെ വാട്ടർ അതോറിറ്റി പൊളിച്ച് ഭയങ്കര പ്രതിസന്ധിയാണ് മറ്റു പഞ്ചായത്തുകളൊക്കെ നേരിടുന്നത്. നമ്മുടെ പഞ്ചായത്തിന് ആ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ വർഷത്തെ നമ്മൾ പ്രൊജക്റ്റ് വെച്ചതിൽ 16 റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ട് അത് നടപ്പാക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് AXCയുടെ അടുത്ത് പോയി സമരം ഒരു ദിവസം ഇരുന്നു. അതിനുശേഷം നടപ്പാവാതെ ഇപ്പോൾ സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ അടുത്ത് തൃശ്ശൂർ പോയി നമ്മൾ അവിടെ ഇരുന്ന് കുത്തിയിരിപ്പൊക്കെ സമരമൊക്കെ നടത്തി നമ്മുടെ മാത്രം വർക്കുകൾ 16 വാർഡിലെ വർക്കുകൾ കരാറുകാരെ കൊണ്ട് നമ്മൾ ചെയ്യിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ റോഡുകളുടെ വർക്കുകളെല്ലാം നമ്മൾ ഈ വർഷത്തെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ ആ രീതിയിലേക്ക് റോഡുകളുടെ വികസനമായാലും മറ്റ് ഇറിഗേഷൻ്റെ പദ്ധതികൾക്ക് എല്ലാ വർഷവും നമ്മൾ ഫണ്ട് വയ്ക്കുന്നുണ്ട്. ഇറിഗേഷൻ പദ്ധതിയിൽ ഫണ്ട് വെച്ച് ഇറിഗേഷൻ്റെ പദ്ധതിയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ കുടിവെള്ളത്തിനും ക്ഷാമമില്ല. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ വന്ന് ഒരുപാട് പേർക്ക് ഇപ്പോൾ നമുക്ക് കുടിവെള്ള ക്ഷാമം എന്ന് പറയുന്നത് നമ്മൾ വന്നതിന് ശേഷം ഒരു ലോറി ടാങ്കർ ലോറി വെള്ളം പോലും ആർക്കും എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടൊരവസ്ഥ വന്നിട്ടില്ല. കൃത്യമായിട്ട് ഇറിഗേഷൻ്റെ വർക്കുകൾ നമ്മൾ ചെയ്ത് ഫണ്ട് വെച്ച് ചെയ്ത് നനയ്ക്കുന്നത് കൊണ്ട് എല്ലാവർക്കും കിണറുകളിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് കുടിവെള്ളം. പിന്നെ തോടുകളൊക്കെ വൃത്തിയാക്കാനായിട്ട് എല്ലാ വർഷവും നമ്മൾ തോടുകളൊക്കെ വൃത്തിയാക്കാനായിട്ട് ഫണ്ട് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തോടുകളൊക്കെ വൃത്തിയാക്കി അത് വെള്ളക്കെട്ടിനെ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ, വെള്ളക്കെട്ടി കിടക്കുന്ന തോടുകളൊക്കെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ളത് ചെയ്ത് അതൊക്കെ ഭംഗിയായിട്ട് നമ്മൾ നടത്തി പോകുന്നുണ്ട്. എന്നാൽ പ്രസിഡന്റ് പറഞ്ഞതിന് ഘടകവിരുദ്ധമായാണ് പ്രതിപക്ഷം നേട്ടങ്ങളെ ചോദ്യം ചെയ്യുന്നത്. ഫണ്ടുകൾ ലാപ്സാക്കി, ഗ്രാമീണ റോഡുകളിലെ പുനരുദ്ധാരണം പൂർത്തീകരിച്ചിട്ടില്ല, വനിതകളെ അവഗണിക്കുന്ന ഭരണസമിതിയാണ് ഇവിടം ഭരിച്ചത്. വനിതാ മെമ്പർക്കും ഇതേ അവസ്ഥയാണെന്നും പ്രതിപക്ഷ അംഗം പറയുന്നു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 4.5 വർഷക്കാലം ഇവിടെ ഒരുപാട് ഫണ്ടുകൾ നമുക്ക് പല മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ മേഖല എടുത്ത് നോക്കിയാലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഒത്തിരി ഫണ്ടുകൾ ലാപ്സായി പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത് ഓരോ വർഷവും. ഇപ്പോൾ ഗ്രാമീണ റോഡുകളെ കുറിച്ച് പറഞ്ഞാൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് ചെയ്യുന്ന പോലെ ഓരോ വർഷവും 2-3 റോഡുകൾ ചെയ്യുന്നു. ഇനിയും ഒത്തിരി റോഡുകൾ നമുക്ക് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ജലജീവൻ മിഷൻ കുടിവെള്ളത്തിന് വേണ്ടി കുഴിച്ച റോഡുകളുടെ കുറച്ച് വർക്കുകളായിട്ടുണ്ട്. ഇനിയും റോഡുകൾ ഒരുപാട് താറുമാറായി കിടക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ജനജീവിതം ദുസ്സഹമായിട്ടുള്ള രീതിയിലേക്ക്
കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റോഡുകളുടെ അവസ്ഥ പറഞ്ഞാൽ അതാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു 11 പദ്ധതിയായിരുന്നു ടേക്ക് എ ബ്രേക്ക്, ഓരോ പഞ്ചായത്തിനും വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് നമ്മൾ മുൻ ഭരണസമിതിയുടെ കാലത്ത് ഇതേപോലെ ഫണ്ട് വകയിരുത്തിയെങ്കിലും ഇതേവരെ അത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ വനിതകൾക്ക് ഇവിടെ ഇപ്പോൾ ഇരിപ്പിടം, ഇവിടെ കാടുകുറ്റി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 16 വാർഡിൽ 10 വനിതകളെ ജയിച്ചു വന്നതാണ്. 6 വാർഡിലാണ് പുരുഷന്മാരുള്ളൂ. അപ്പോൾ അധികവും വനിതകൾ തന്നെയാണ്. അപ്പോൾ മുമ്പത്തെ കാലങ്ങളിലൊക്കെ നമുക്കിവിടെ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഇരിപ്പിടങ്ങൾ ഉണ്ടാകുമ്പോൾ അതാത് ബന്ധപ്പെട്ട മെമ്പർമാർക്ക് അവിടെ ഇരിക്കാൻ കഴിയും. ഇപ്പോൾ പ്രതിപക്ഷത്തെ മെമ്പർമാരിൽ ആരും തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരോ ചെയർമാന്മാരോ അല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇരിപ്പിടമില്ല. അപ്പോൾ ഏറ്റവും ഈ ഭരണസമിതി വന്ന ആദ്യ മീറ്റിങ്ങിൽ നമ്മൾ ആവശ്യപ്പെട്ടത് മെമ്പർമാർക്ക് വനിതാ മെമ്പർമാർക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ 4.5 വർഷം പൂർത്തീകരിച്ചിട്ടും ഇതുവരെയും നമുക്ക് അങ്ങനെ ഒരു ഇരിപ്പിടമില്ല. ഇന്നും നമ്മൾ ബാഗ് തോളിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്, പക്ഷെ ഇതേവരെ ഒന്നും അതും നടപ്പിലായിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പഞ്ചായത്ത് എല്ലാ വർഷവും ലാപ്സാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രോജക്റ്റാണ് കുട്ടംകുളം മുട്ടാത്തിക്കുളം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൻ്റെ ഒരു കുളമാണ്. പക്ഷേ ഇപ്പം നമ്മുടെ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വേറൊരു വ്യക്തിയുടെ ഭൂമിയിലാണ് അതിൻ്റെ നിർമ്മാണം നടത്തിയത് എന്നതുകൊണ്ട് തന്നെ 10-25 ലക്ഷം രൂപ ഓരോ വർഷവും ലാപ്സായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ആ ബന്ധപ്പെട്ട കരാറെടുത്ത വ്യക്തിക്ക് ആ പദ്ധതി അതിർത്തി, ആ കുളത്തിൻ്റെ അതിർത്തി നിർണയിച്ച് കൊടുക്കാൻ സാധ്യമാകാത്തത് കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ 3 വർഷങ്ങളായി 2021-22 അവർ 21-22 അവർ ഈ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഫണ്ട് 24-23 ലക്ഷം രൂപ എല്ലാ വർഷങ്ങളിലും ലാപ്സായിക്കൊണ്ടിരിക്കുകയാണ്. അത് പഞ്ചായത്തിൻ്റെ ഒരു കുളമാണ്. നമുക്കത് ഒരു ജലസേചനത്തിന് ഏറെ ഉപകാരപ്രദമാണ്. പക്ഷേ ഈ അതിർത്തി നിർണ്ണയിച്ച് കൊടുക്കാൻ പഞ്ചായത്തിന് കഴിയാത്തത് കൊണ്ടാണ്, ഈ ഭരണസമിതിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഈ ഫണ്ട് ഇങ്ങനെ ലാപ്സായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വനിതകൾക്ക് നമുക്ക് എടുത്ത് പറയത്തക്ക രീതിയിലേക്ക് നല്ലൊരു പ്രോജക്റ്റ് എന്ന് പറയാനായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഫിറ്റ്നസ് സെൻറ്റർ ആരംഭിച്ചു. ആ ഫിറ്റ്നസ് സെൻറ്റർ തന്നെയാണ് നമുക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിച്ചത്. വനിതകൾക്ക് എടുത്തു പറയാവുന്ന നല്ല നൂതന പ്രോജക്റ്റുകളോ സംരംഭങ്ങളോ ഒന്നും തന്നെ എടുത്തു പറയാനായിട്ട് നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ യുവാക്കളുടെ കായിക വികസനത്തിന് അവരുടെ പ്രോത്സാഹനത്തിനായിട്ട് കേരളോത്സവം നടക്കുന്നുണ്ടെങ്കിലും അത് വെറും പ്രഹസനമായിട്ട് പോകുന്നത്. അധികം യുവാക്കളൊന്നും അതിൽ പങ്കെടുക്കുന്നില്ല. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കേരളോത്സവം വൈകിയ ഡേറ്റിലാണ് കേരളോത്സവത്തിൻ്റെ ഡേറ്റ് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റ് പറയുകയും 2 ദിവസത്തിനകം നടത്തണമെന്ന് പറയുമ്പോൾ ഇട ദിവസങ്ങളിലൊക്കെ അധികം പേർക്ക് നടത്താൻ പറ്റില്ല. പിന്നെയുള്ള സൺഡേ ദിവസങ്ങളിലൊക്കെ അതിനുള്ള ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കേരളോത്സവം വെറും പ്രഹസനമായിട്ട് പോകുമ്പോൾ നമുക്ക് യുവതിവാക്കൾക്ക് അത്തരത്തിലുള്ള കായിക മേഖലകളിൽ കായിക മേഖലകളിൽ കാര്യമായിട്ട് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അല്ലാതെ പഞ്ചായത്ത് വേറൊരു പ്രോജക്റ്റോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് വെച്ചിട്ടുമില്ല. വെക്കുന്ന പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആശുപത്രി നവീകരണത്തെയും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നു. ആവശ്യമായ സജ്ജീകരണങ്ങൾ ആശുപത്രിയിൽ ഒരുക്കിയിട്ടില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇതുവരെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുവരെ വാഗ്ദാനങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാന പ്രകടന പത്രികയിൽ പ്രത്യേകമായി പറഞ്ഞൊരു സംഭവമാണ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കും. പക്ഷെ അത് ഇതുവരെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ പിന്നെ പറഞ്ഞതാണ് മറ്റൊരു കാര്യം, കളിസ്ഥലം യുവാക്കൾക്ക്. ആ യുവാക്കൾക്ക് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കളിസ്ഥലം 2 ഏക്കർ സ്ഥലം വാങ്ങി കളിസ്ഥലം ഇവിടെ നമ്മൾ വാങ്ങും. എന്നിട്ട് അതിൻ്റെ തുടർ നടപടികൾ സർക്കാരിൻ്റെ ഫണ്ടൊന്ന് ചെയ്യും എന്നുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ജനകീയ പങ്കാളിത്തത്തോടു കൂടി, ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി അവർ ഫണ്ട് കളക്ട് ചെയ്ത് നമുക്ക് ആ ലഭിച്ച ഫണ്ട് കൊണ്ട് ഒരു 50 സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ട് ഇപ്പോൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പഞ്ചായത്ത് 1 രൂപ പോലും പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല. സർക്കാരിൽ നിന്ന് നമുക്ക് ഈ കളിസ്ഥലത്തിന് വേണ്ടി കളിസ്ഥലം വാങ്ങുന്നതിന് അനുമതിക്ക് വേണ്ടി സർക്കാരിൽ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്ത് കൊടുത്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പഞ്ചായത്തിൻ്റെ കളിസ്ഥലം വാങ്ങുന്നതിന് അനുമതി ലഭിക്കുകയോ അതിനു വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളൊന്നും ഈ ഭരണസമിതിയുടെ കാലത്തുണ്ടായിട്ടില്ല, ഇന്നവരെ ലഭിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് 1 രൂപ പോലും ഈ കളിസ്ഥലത്തിന് വേണ്ടി വയ്ക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഫണ്ട് കളക്ട് ചെയ്ത് ഇവിടെയുള്ള എല്ലാ കമ്പനിയും മറ്റുള്ള ജനങ്ങളും സ്ഥാപനങ്ങളും എല്ലാവരും സഹകരിച്ചുകൊണ്ട് അത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമുക്കൊരു 50 സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതിന് ചുക്കാൻ പിടിക്കാനും സാധിച്ചത്, അല്ലാതെ പഞ്ചായത്ത് ഈ കളിസ്ഥലത്തിന് വേണ്ടി 1 രൂപ ചെലവഴിച്ചിട്ടില്ല.
അതുപോലെ നമുക്കിവിടെ സോളാറിൻ്റെ പ്രവർത്തനം, നമുക്ക് സ്ട്രീറ്റ് മെയിൻ വലിക്കാത്ത ഇടങ്ങളിൽ നമ്മൾ സോളാർ 60 ലൈറ്റോളം സോളാർ ഇട്ടിരുന്നു. പ്രത്യേകിച്ചും പട്ടികജാതി കോളനികൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നമ്മൾ സോളാർ ലൈറ്റ് ഇട്ടിരുന്നു. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഇട്ടതാണ്, കാരണം അവിടെ ലൈൻ ഇല്ല, പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ സോളാർ ലൈറ്റുകളുടെ പ്രവർത്തനം ഇപ്പോൾ നിഷ്ക്രിയമാണ്. ഇതുവരെ ഒന്നും തന്നെ അത് മെയിൻ്റനൻസ് ചെയ്യാനോ ഒന്നിനും സാധിച്ചിട്ടില്ല. പിന്നെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാലക്കുടി ബ്ലോക്കിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ് കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത്. കാരണം അത് വേണ്ട രീതിയിൽ ഇടപെടുന്നതിനോ വേണ്ട രീതിയിൽ വർക്കുകൾ കണ്ടെത്തുന്നതിനോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഇതിൻ്റെ ബന്ധപ്പെട്ട അവർക്ക് ഈ ഭരണസമിതിക്കും കഴിയുന്നില്ല, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് ഇവർക്കത് കഴിയുന്നില്ല. അപ്പോൾ ചാലക്കുടി ബ്ലോക്കിൽ തന്നെ ഏറ്റവും മുന്നിൽ നിന്ന ഒരു പഞ്ചായത്തായിരുന്നു. 2 കോടിയോളം മുൻ ഭരണസമിതിയുടെ കാലത്ത് 2 കോടിയോളം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പ്രവർത്തിച്ചിരുന്നൊരു പഞ്ചായത്താണ്. പക്ഷേ ഇപ്പോൾ ഏറെ ചാലക്കുടി ബ്ലോക്കിൽ തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുകയും ഏകദേശം 75 ലക്ഷം രൂപകളൊക്കെയാണ് ആകെ ഈ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനം നടക്കും. കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായിരുന്ന പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ ജന്മഗ്രാമമായ കക്കാടടങ്ങുന്ന കാടുകുറ്റി ഇടത് വലതു മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തവണ രാഷ്ട്രീയം ആകെ മാറിയിട്ടുണ്ട്. അത് ആർക്ക് അനുകൂലമാണെന്നാണ് ഇനി അറിയേണ്ടത്. ആകാശത്തിന് കീഴെ വാക്കുകൾ കൊണ്ട് പോർമുഖമൊരുക്കുകയാണ് ഭരണപ്രതിപക്ഷങ്ങൾ. കാടുകുറ്റിയുടെ ഭാവി ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.